മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ഇതാണ് നമ്മുടെ ചെക്കൻ മന്മഥൻ. മന്മഥ ഇത് പെണ്ണിന്റെ അച്ഛൻ ശീതളേട്ടൻ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ. ഇത് പെണ്ണിന്റെ മാമൻ, ഒറ്റ മാമനുള്ളൂ, സുഗതം മാമൻ. മന്മഥൻ എന്ത് ചെയ്യുന്നു? ആള് ദുബായിലാണ്. ഡ്രൈവറാണ്. 10 വർഷമായി ദുബായിലാണ്. എൻ്റെ ഇവിടുന്ന് പോയത് ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള വിസയിലാണ് പോയത്. ഫിലിപ്പോസ് എന്ന് പറഞ്ഞൊരു അച്ഛൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ വിസ അത് പറ്റിക്കലായിരുന്നു. പിന്നെ ഒരു അറബിയെ വേറെ സുഹൃത്ത് വഴി കണ്ടുമുട്ടി. പിന്നെ അറബിയുടെ കൂടെ നിന്ന് അവിടെ ഡ്രൈവറായിട്ടൊക്കെ ലൈസൻസ് എല്ലാം ശരിയായി അങ്ങനെ വണ്ടി ഓടിക്കലായിരുന്നു. പിന്നെ അറബിക്ക് എന്നെ ഇഷ്ടമായപ്പോൾ അവിടെ പുള്ളിയുടെ സൂപ്പർ മാർക്കറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നടത്താനൊക്കെ ആയിട്ട് അങ്ങനെ കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ അറബി മരിച്ചു. പിന്നെ ഇപ്പം മക്കളാണ് ഇതൊക്കെ നോക്കണത്. അപ്പം പുതിയ പിള്ളേരാണ്. അപ്പം അവരും ഞാനുമായിട്ട് പല കാര്യങ്ങളിലും യോജിപ്പില്ലാത്തതുകൊണ്ട് ഞാനായിട്ട് അങ്ങനെ ഞാൻ തന്നെ മതിയാക്കിയിട്ട് ഇപ്പം നാട്ടിൽ പോകുന്നു. അയ്യോ, അപ്പൊ ഗൾഫിൽ നിന്ന് ജോലിയൊക്കെ മതിയാക്കിയിട്ട് ഇപ്പൊ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കണ്ടേ? ഇവിടെ സ്വന്തമായിട്ട് 4-5 കാറുണ്ട് ഇവർക്ക്. ഞാൻ കാറ് റെന്റിന് കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് അറബിക്ക് അതിന്റെ പരിപാടിയായിരുന്നു. അപ്പൊ അങ്ങനെ കൂടെ നിന്ന് എനിക്ക് അതൊക്കെ അറിയാം. അങ്ങനെ ഞാനിപ്പോ ഇവിടെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീടിന്റെ പണി നടക്കുന്നുണ്ട്. തറക്കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്. അതെ. അപ്പൊ വീട്ടിലാരൊക്കെ ഇപ്പൊ അമ്മയുണ്ട്, 2 പെങ്ങന്മാരുണ്ടായിരുന്നു. അവരെ ഞാനാ കെട്ടിച്ചു വിട്ടേ. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചല്ലോ. അപ്പൊ അങ്ങനെ ഗൾഫിൽ പോകേണ്ടി വന്നേ. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? അമ്മയ്ക്ക് ഇപ്പൊ 61 എങ്ങനെ അവനവന്റെ കാര്യങ്ങളൊക്കെ? ഇല്ല, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അമ്മയെ നോക്കാൻ ഒരാള് വേണം. പെട്ടെന്ന് ഒരു മരുമോൾ ആ വീട്ടിലേക്ക് വരണം. അതാണിപ്പോ. വയസ്സ് 31 ആയിപ്പോ. 32 32 എന്റെ മനസ്സിലുണ്ടായിരുന്നത് വീടിന്റെ പണി കൂടെ തീർത്തിട്ട് കല്യാണം കഴിക്കാന്നുള്ളതായിരുന്നു. പിന്നെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെ കിടക്കുമ്പോ ഒരാള് വേണം. അതൊരു ഇതാണ്. നമ്മളെ വിളിച്ചാലോ? വിളിക്കാം. കൗസോ, അവളെ കൊണ്ടുപോവാ. കൗസല്ലേ, ഇതാ വരുന്നു. ചായത്തോ ഇതാണ് മോള് മണ്ടോതിരി. ഇത് മോളെ അമ്മ കൗസേർത്തി. ഇതാണ് നമ്മളെ ചെക്കൻ കേട്ടോ, മന്മഥൻ എന്നാ പേര്. ദുബൈയിലായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു റെന്റക്കാരൊക്കെ നടത്തി. അങ്ങനെ ഞാൻ അകത്തുനിന്ന് കേട്ടല്ലോ. പിന്നെ ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും മിണ്ടി പറയാണ്ടെങ്കിലേ അതായിക്കോട്ടെ. അതായിക്കോട്ടെ. അതിനെന്താ, മുണ്ടാട്ടില്ലാത്ത കുട്ടിയാണെന്ന് പറയണം. നന്നായിട്ട് വർത്താനം പറഞ്ഞ കുട്ടിയാണ്. ഒരു പണി തൊട്ട് ഓടുന്നു വേണേ പുറത്തു പോയി സംസാരിച്ചോട്ടെ. അല്ലേ, നമുക്ക് കൂടി ഇരിക്കാം. ഈ ചെല്ലുന്നത് പുറത്തു പോയി സംസാരിച്ചു. ചാവട വെച്ചോ, ഞാൻ വന്നിട്ട് കുടിക്കാം. തന്നെ വിടാൻ പറ്റും. പോയിക്കോട്ടെ, നിങ്ങളാണ് ഇരിക്കുന്നത്. പിന്നെ ശീതളത്ത, ഓൻ പറയാത്ത ചില കാര്യങ്ങൾ ഞങ്ങളോട് പറയാം. ബേജാറാവാനൊന്നുമില്ല. ഈ ഇപ്പത്തെ ചെറുപ്പക്കാർക്കുള്ള ഒരു ദുശീലങ്ങളും തെത്തുന്നില്ല. നമ്മുടെ കുട്ടിക്ക് എന്താ കുഴപ്പം? എന്ത് കുഴപ്പം? ഞാൻ ചെറുപ്പം പോലെ കാണണല്ലോ. പിന്നെ വേറൊന്നും, ഒരു തറട്ട് നടന്നില്ലേ, 2400 സ്ക്വയർ ഫീറ്റിലെ വീടുണ്ടാക്കാൻ പോണം. കൊട്ടാരം പോലത്തെ ഒരു വീട്. അത് മൊത്തം അവൾ വേണ്ട തൂത്തുവരാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാല്, നിങ്ങളിത് വിടണ്ട. ഇതിപ്പോ കൊറേ നേരമായിട്ട് ഈ പറമ്പ് മുഴുവൻ നടക്കല്ലേ, ഇവിടെ നിന്നാലോ? ഈ മണ്ടോതിരി എന്നുള്ള പേര് ശരിക്കുള്ള പേരാണ്? അതെ. എന്റെ പേര് മന്മഥനാണെങ്കിലും വീട്ടില് മണിക്കുട്ടാന്ന് അമ്മ വിളിക്കണേ. ഡ്രൈവിംഗ് അറിയോ? ഡ്രൈവിംഗ് എനിക്ക് ഇഷ്ടല്ല. ഞാൻ പഠിപ്പിക്കാം. അല്ല, ഡ്രൈവിങ്ങിനോട് എനിക്ക് പൊതുവെ താല്പര്യമില്ല. കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഇതാ പഠിക്കണേ അല്ലേ? B.Ed ഇപ്പൊ കംപ്ലീറ്റ് ആവും. ഞാൻ ഒരു കാര്യം പറഞ്ഞ ഒന്നും വിചാരിക്കരുത്. ഇല്ല, ഞാൻ കുറെ പെണ്ണ് കാണാൻ പോയി. പക്ഷെ ഒന്നിനും എനിക്ക് അങ്ങോട്ട് മാനസികമായിട്ടൊരു ഒരു ഒരു ഇഷ്ടമായില്ല. കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് സന്തോഷമായി, എനിക്കിഷ്ടമായി. നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട് മാനസികമായിട്ടും. അതുകൊണ്ട് കളറ് തന്നെ കണ്ടില്ലേ, ഒരുപോലത്തെ അല്ലേ. ഇനി ഞാനൊരു കാര്യം പറയുന്നോണ്ടൊന്നും തോന്നരുതേ. പറഞ്ഞു. എനിക്കിഷ്ടായില്ല.
അപ്പൊ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ കാരണം എന്താന്ന് പറയണി? അളി എങ്ങനെ ചാടി കളിക്കല്ലേ? മയത്തിന് ചോദിക്കും. ആ ചോദിച്ചോ, അമ്മാവനാണോ ഈ കോലത്തിലാക്കിയത്? നല്ലോണം ചോദിച്ചോ. എനിക്കിതൊക്കെ കേൾക്കണം. എന്താ കുട്ടി അവന് ഇഷ്ടപ്പെട്ടില്ലേ പറയാൻ കാരണം? അമ്മാവൻ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതാ ഞങ്ങളും ചോദിക്കണേ, എന്താ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ചെക്കന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്താ ഇപ്പൊ നീ അവനൊരു കുറവുണ്ട്? അമ്മാവൻ അയാളെ ശരിക്കും നോക്കിയ പിന്നെ മീശയില്ല, തടിച്ചുരുണ്ടൊരു മാംസപ്പിണ്ടം. അയ്യോ അപ്പൊ ഇവളുടെ സങ്കല്പത്തിലുള്ള പുരുഷൻ ഏതാണാവോ? അല്ല, തടി ഇപ്പൊ വലിയ കുറവാ. അമ്മാവ, അയാളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ശരിയല്ല. ആ ബ്രോക്കർ ഒരു വയസ്സ് കുറച്ച് പറഞ്ഞപ്പോ തന്നെ അയാൾ ചാടി കയറി പറഞ്ഞു, സത്യസന്ധനാണ് എനിക്ക് 32 ആയിട്ടാണ്. ഇത്രയും സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ഒരാളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് അവള് പറഞ്ഞത്. എന്നാ അയാളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ ഒരു കാര്യം അച്ഛൻ കേട്ടില്ലായിരുന്നോ? അയാളുടെ അമ്മയ്ക്ക് വയ്യാതെ കിടക്കാണ്, നോക്കാൻ വേണ്ടിട്ട് എന്നെ അങ്ങോട്ട് കെട്ടിക്കൊണ്ട് പോണേന്ന്. അത് ശരി. അപ്പൊ കുടുംബം നോക്കണവരെ നിനക്ക് പറ്റിയില്ല? കുടുംബം നോക്കണതല്ല അച്ഛാ, ഞാനിപ്പോ BEd കംപ്ലീറ്റ് ചെയ്യുന്ന എന്തിനാ? എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടിട്ടാ. എല്ലാവരോടും കൂടി ഞാൻ പറയാ, എനിക്ക് അയാളെ ഇഷ്ടല്ല. വേറെ നല്ല ആളെ കൊണ്ടുവരാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും. അതിവിടെ വെച്ച് പിന്നെ മനസ്സിൽ നടക്കുക. അവനോട് ചൂടായി. അതായത് തൊണ്ടത്തെ കുഴപ്പം. ഏട്ടനത് പറയാം, മാസത്തിലെ 3-4 പെണ്ണുകാണല്ലോ അവക്ക്. എല്ലാവർക്കും പലഹാരം വാങ്ങിച്ചു കൊടുത്തേ ഇവിടുത്തെ പൈസ തീർന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതൊക്കെ തിന്നിടണം. ഇതിപ്പോ എന്തെങ്കിലും ചെയ്യാണ്ട് പറ്റില്ല. ഈ നിലയ്ക്കാ പോണെന്ന് വെച്ചാലേ എവിടെ ചെന്ന് അവസാനിക്കാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എക്സ്ക്യൂസ് മീ, എനിക്ക് കാലിഫോർണിയയിൽ പോയേ പറ്റും. അല്ല, ഇത് ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ് അല്ല, ഇത് മാരേജ് ബ്യൂറോ ആണ്. അതെ, അല്ല നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു കല്യാണം വേണം. ശരി, അപ്പൊ കല്യാണം കഴിച്ചിട്ട് വേണം കാലിഫോർണിയയിൽ പോവാൻ. എനിക്ക് കല്യാണം കഴിക്കാനല്ല, എന്റെ അച്ഛന് കല്യാണോ? ആ, പ്രായത്തിലോ? ആ, അച്ഛൻ കല്യാണം കഴിച്ചില്ല. അച്ഛൻ കല്യാണം കഴിച്ചോണ്ടാന്നല്ലോ ഞാനുണ്ടായിനി. അപ്പൊ അമ്മ മരിച്ചു? അമ്മ മരിച്ചു. ഓ, സോറി കേട്ടോ. എങ്ങനെയെങ്കിലും നടത്തി തരണം. അല്ല, അപ്പൊ അമ്മ മരിച്ചിട്ട് എത്ര വർഷമായിന്ന് പറഞ്ഞേ? 10-15 കൊല്ലായി. എന്നിട്ട് ഇത്രയും വൈകിട്ട് എന്താ അച്ഛന് കല്യാണം കഴിക്കാൻ ഒരു പൂതി വന്ന്? ആ പൂതി എന്ന് വെച്ചാല് ഞാൻ ഇവിടുന്ന് കല്യാണം കഴിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞാട്ട് ഓള് കാലിഫോർണിയയിലേക്ക് പോയി. നിങ്ങളെ ഭാര്യയോ? ആ, ഇപ്പൊ ഒരു 6-7 കൊല്ലായി ഓളാടെ തന്നെ. അത് ശരി. ഞാൻ വേണ്ടി ഓളാടി. അപ്പൊ ഓള് പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്നാ അതാ നമുക്ക് എന്തെങ്കിലും പണി ശരിയാക്കി തരാം, അപ്പൊ ഒന്നിച്ച് ജീവിക്കാലോ. ഓ, ഇയാൾ വയസ്സ് ആയല്ലോ, ഇനിയിപ്പോ പ്രശ്നമില്ല. അപ്പൊ എങ്ങനെ ഒന്നിച്ചൊരാള് വേണ്ടേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടി എടുത്തത്. അപ്പൊ വീട്ടിൽ നിർബന്ധം, മൂപ്പർക്ക് കല്യാണം കഴിച്ചേ പറ്റൂന്ന്. ഞാൻ പെണ്ണിനെ അന്വേഷിക്കുമ്പോൾ എനക്കൊരബദ്ധം പറ്റി. അതായത് ഞാനൊരു മാട്രിമോണി പോയി രജിസ്റ്റർ ചെയ്തു. അപ്പൊ അവരൊരു ഫോണിൽ നെറ്റിൽ തന്നു ഫോണ്. അപ്പൊ എന്റെ ഫോൺ നോക്കുമ്പോൾ ഒരുപാട് നല്ല പെണ്ണുങ്ങള്, നല്ല സുന്ദരിമാരായ ഐശ്വര്യ റായിനെ പോലത്തെ സുന്ദരിമാരായ എന്തൊരു ശൈലിലെ പെണ്ണുങ്ങള്. ഭയങ്കര സന്തോഷമായി. അത് വീണ്ടും ഞാൻ അവിടെ പോയാലും പറഞ്ഞു, 10,000 ഉറുപ്യ തന്നാല് നിങ്ങൾക്ക് ഇതേത് പെണ്ണിനെ വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക, കല്യാണം കഴിക്കാൻ പറ്റുമോ, ഒരു പ്രശ്നമില്ല എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ 10,000 ഉറുപ്യ ഇല്ലാത്ത പൈസ, അന്ന് പൈസ ഒന്നും ഇല്ല, അച്ഛന് 10 പൈസ തരില്ല. ഇങ്ങനെ കാണുന്നില്ലോ, നമ്മളിപ്പോ അച്ഛന് വേണ്ടി ത്യാഗം ചെയ്യുന്നു കല്യാണം വരെ. അപ്പൊ ആയിക്കോട്ടെ, 10,000 ഉറുപ്യ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പക്ഷെ വീട്ടിൽ നെറ്റ് നോക്കുമ്പോൾ എല്ലാം ചളിങ്ങിയത് പൊളിങ്ങിയതും കളിങ്ങിയതൊക്കെ എന്റെ പെണ്ണുങ്ങളാണ്. ഒന്നിനും കളറുമില്ല. മാത്രമല്ല ചിലത് പെണ്ണോ ആണോ തിരിയാത്ത ആള്. ആ, വലിയ പ്രശ്നമായി. ഇവിടുത്തെ കാര്യത്തിൽ നിങ്ങളാ പേടിക്കണ്ട.